റിദ ഫാത്തിമയുടെ ഭൗതികദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് കരിമ്പനക്കൽ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. ലിഷോയ് ചേരുന്നു അവിടെ നിന്നും. ലിഷോയ്, റിദ ഫാത്തിമയുടെ ദേഹവും വഹിച്ചുകൊണ്ട് ആംബുലൻസ് അവിടെ നിന്നും പുറപ്പെട്ടോ? നാലുപേരെയാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. പാലക്കാട് കരിമ്പയിലാണ് സംഭവം. അപകടത്തിൽ മരിച്ച 4 വിദ്യാർത്ഥിനികളുടെയും സംസ്കാരം ഇന്നാണ് നടക്കുക. വീട്ടിൽ 2 മണിക്കൂർ പൊതുദർശനത്തിന് വച്ച ശേഷം കരിമ്പനക്കൽ ഹാളിലാണ് തുടർന്നുള്ള പൊതുദർശനം. ഇപ്പോൾ വീട്ടിൽ നിന്നും ഭൗതികദേഹങ്ങൾ ഒന്നൊന്നായി അവിടേക്ക് ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് 10 മണിയോടെ തുപ്പനാട് ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കം ഉണ്ടാവുക. ഒരേ മഹലിന് കീഴിൽ വരുന്നവരാണ് 4 പേരും. അതുകൊണ്ട് തന്നെ ഒരേ പള്ളിപ്പറമ്പിലായിരിക്കും സംസ്കാരവും നടക്കുക. അവിടെയായിരിക്കും ദേഹങ്ങൾ അടക്കം ചെയ്യുക. ലിഷോയ് ചേരുന്നു. ലിഷോയ്, റിദ ഫാത്തിമയുടെ ഭൗതിക ശരീരം അവിടെ നിന്നും കരിമ്പനക്കൽ ഹാളിലേക്ക് കൊണ്ടുപോയോ? വീട്ടിൽ നിന്നും ഈ ഹാളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഇവിടെ എത്തിയ എല്ലാവരും തന്നെ ഹൃദയെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കൊണ്ടുപോയത്. നമുക്ക് കാണാൻ സാധിക്കും ഹൃദയുടെ ഉമ്മയാണ് വരുന്നത്. ഉമ്മ നേരത്തെ തന്നെ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ഞെട്ടലിൽ തളർന്ന് കിടക്കുകയാണ് ആ ഉമ്മ. ആ പിതാവും അത് സമാനമായ രീതിയിൽ തന്നെയാണ്. പിതാവ് ഇപ്പോൾ ഹൃദയം അനുഗമിച്ചുകൊണ്ട് ഹാളിലേക്ക് പോയിട്ടുണ്ട്. മറ്റെല്ലാവരും തന്നെ ഇവിടെ സമാനമായ ഒരു സ്ഥിതിയിൽ തന്നെയാണ്. ഈ കാണുന്ന ഒരു സ്ഥലത്ത് ഇതിന് മുകളിലത്തെ നിലയിലാണ് ഹൃദയും കുടുംബവും താമസിക്കുന്നത്. 3 മക്കളാണ്. ഹൃദയുടെ പിതാവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം ഒരു ഹൃദ്രോഗി കൂടിയാണ്. നേരത്തെ ഒരു അറ്റാക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാവുന്നതിലും എത്രയോ അപ്പുറമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കും ഇവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു സങ്കടം തിങ്ങി നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷം അവിടെ നിന്നും വീണ്ടും യാത്രയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ശരീരം ഇപ്പോഴിതാ ഹാളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പ്രാർത്ഥനകളോടെയാണ് വീട്ടിൽ നിന്നും യാത്രയാക്കിയത്. محلتها ودرجتها وكلنا ولها بنا بها حفيا وإن كانت محسنة فزدي حسناتها وإن كانت مسيئة فتجاوز عن سيئاتها بمحض فضلك وجودك وكرمك يا أكرم الأكرمين. اللهم صل إلى حضرات من ماتوا منا يا رب العالمين. اللهم اجعل قبورنا وقبرها وقبورهم روضات من رياض الجنة. اجعل قبورنا وقبرها وقبورهم قرات من كل النيران. اللهم اسقنا واسقها واسقهم من حوض نبيك محمد صلى الله عليه وسلم. اللهم ثبت اقدامنا وقدميها واقدامهم على الصراط. امين. لا ينفع مال ولا بنون. امين. آتنا في الدنيا حسنة. امين. وفي الآخرة حسنة وقنا عذاب النار. امين. اللهم اغفر റിദ ഫാത്തിമയുടെ ഭൗതിക ശരീരം ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അവസാന നിമിഷവും കടന്ന് റിദ ഇനി ഒരു തിരിച്ചുവരവില്ലാതെ പോവുകയാണ്, യാത്രയാവുകയാണ്. പൊതുദർശനത്തിന് ഹാളിൽ വച്ച ശേഷം ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നു. അതാണ് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. ഇനി ഇവിടെയും പൊതുദർശനമുണ്ട്. പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക, പള്ളിയിലേക്ക് കൊണ്ടുപോവുക.